എട്ടാം ശമ്പള കമ്മീഷന് ആദ്യ 6 മാസം പിന്നിടുന്നു. 50 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും 69 ലക്ഷം പെൻഷൻകാർക്കും പ്രതീക്ഷ. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുന്നതിനായി രൂപീകരിച്ച എട്ടാം ശമ്പള കമ്മീഷൻ തങ്ങളുടെ പ്രവർത്തനത്തിന്റെ ആദ്യ 6 മാസം പിന്നിടുന്നു. ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി അധ്യക്ഷയായ കമ്മീഷൻ ഇതിനോടകം തന്നെ നിർണായകമായ പല പ്രാഥമിക നടപടികളും പൂർത്തിയാക്കി കഴിഞ്ഞു. 2025 നവംബർ 3-നാണ് കമ്മീഷൻ രൂപീകരിക്കുന്നതിനുള്ള ഔദ്യോഗിക വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കിയത്. തുടർന്ന് 2026 ജനുവരിയിൽ കമ്മീഷൻ നിലവിൽ വന്നു. രാജ്യത്തെ 50 ലക്ഷത്തോളം വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും 69 ലക്ഷം പെൻഷൻകാർക്കുമാണ് കമ്മീഷന്റെ തീരുമാനങ്ങൾ ഗുണകരമാകുക. 18 മാസത്തിനകം അന്തിമ റിപ്പോർട്ടും അതിനിടയിൽ ഇടക്കാല റിപ്പോർട്ടുകളും സമർപ്പിക്കാനാണ് കമ്മീഷന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. കഴിഞ്ഞ 6 മാസത്തിനിടെ കമ്മീഷൻ കൈക്കൊണ്ട പ്രധാന നടപടികൾ ഇവയാണ്. ഏപ്രിൽ 10 മുതൽ കമ്മീഷൻ 20 കൺസൾട്ടന്റ് ഒഴിവുകളിലേക്കും ചില പാർട്ട് ടൈം തസ്തികകളിലേക്കും നിയമനം ആരംഭിച്ചു. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഉന്നത പ്രതിനിധി സഭയായ നാഷണൽ കൗൺസിൽ അഥവാ NCJCM തങ്ങളുടെ പ്രധാന ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങുന്ന 51 പേജുള്ള വിശദമായ നിവേദനം ഏപ്രിൽ പകുതിയോടെ സമർപ്പിച്ചു. തുടർന്ന് ഏപ്രിൽ 28-ന് NCJCM-ഉം എട്ടാം ശമ്പള കമ്മീഷനും തമ്മിലുള്ള ആദ്യ ഔദ്യോഗിക കൂടിക്കാഴ്ച ഡൽഹിയിൽ നടന്നു. മറ്റ് സംഘടനകളുമായും കമ്മീഷൻ ഏപ്രിൽ അവസാനത്തോടെ ഡൽഹിയിൽ ചർച്ചകൾ നടത്തി. ചർച്ചകൾക്കായി വലിയ തോതിൽ ആവശ്യങ്ങൾ ഉയർന്നതിനാൽ വരും മാസങ്ങളിൽ ഡൽഹിയിൽ കൂടുതൽ യോഗങ്ങൾ നടത്തുമെന്ന് ഏപ്രിൽ 24-ന് കമ്മീഷൻ വ്യക്തമാക്കി. ജീവനക്കാർ, പെൻഷൻകാർ, വിവിധ യൂണിയനുകൾ, സർക്കാർ വകുപ്പുകൾ എന്നിവരിൽ നിന്നുള്ള നിവേദനങ്ങളും നിർദ്ദേശങ്ങളും മെയ് 31-നകം സമർപ്പിക്കാനും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ജീവനക്കാരിൽ നിന്നും സംഘടനകളിൽ നിന്നും നേരിട്ട് വിവരങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കുന്നതിനായി വരും ദിവസങ്ങളിൽ കമ്മീഷൻ പരമ്പര യോഗങ്ങൾ സംഘടിപ്പിക്കും. കമ്മീഷൻ വെബ്സൈറ്റിലെ വിവരങ്ങൾ അനുസരിച്ച് മെയ് 4-5 തീയതികളിൽ പൂനെയിൽ യോഗം ചേരും. ഇതിനു പുറമെ മെയ് 18-19 തീയതികളിൽ ഹൈദരാബാദിലും, ജൂൺ 1 മുതൽ 4 വരെ ശ്രീനഗറിലും, ജൂൺ 8-ന് ലഡാക്കിലും കമ്മീഷൻ സന്ദർശനം നടത്തും. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.